ടു ഓൾ. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5 കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? വേജസ് ആൻഡ് സാലറീസ് അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ ഓർ സിംപിളി കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. അതായത് സാലറിയും വേജിൻ്റെ അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ സിംപിളി പറയണമെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് വേജും സാലറിയും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മളൊരു ഫാക്ടറിയിലെ എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ്, അതായത് അവരുടെ ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കാണ് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുക. ഫാക്ടറിയിലെ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് വേജസ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേജസ് സാലറി എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമാതിരിയുള്ളത് ഇപ്പോൾ ബോണസ്, ഫ്രഞ്ച് ബെനിഫിറ്റ്, ഡിയർനെസ് അലവൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. It consists of formulation and implementation of policies and programs related to wages, salaries and other form of employees compensation. Other forms എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിയർനെസ് അലവൻസ് അതിൽ വിടും, അതുപോലെ തന്നെ ബോണസ് വിടും, ഫ്രഞ്ച് ബെനിഫിറ്റ്, ഇങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ജോബ് ഇവാലുവേഷൻ, വേജസ് ആൻഡ് സാലറി സർവേ, ജോബ് ഇവാലുവേഷൻ അതിൽ വിടും, അതുപോലെ വേജസ് സാലറി സർവേ വരും, ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് വേജ് സ്ട്രക്ചർ വരും, കൺട്രോൾ ഓഫ് പേറോൾ കോസ്റ്റ്, ഇങ്ങനത്തെ എല്ലാം ഈ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് എംപ്ലോയി റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള കമ്പോണൻറ്റ്സ്? ഫസ്റ്റ് പറയുന്നത് ബേസിക് ഓർ പ്രൈമറി കോമ്പൻസേഷൻ, സെക്കൻഡ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. പ്രൈമറി കോമ്പൻസേഷനും സപ്ലിമെൻ്ററി കോമ്പൻസേഷനും. എന്താണ് പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ? ബേസിക് കോമ്പൻസേഷനിൽ വരുന്നത് വേജസും സാലറിയുമാണ് ഈ പ്രൈമറി കോമ്പൻസേഷനിൽ വരുന്നത്. ബേസിക് ഓർ പ്രൈമറി കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ദി ബേസിക് പേ ഇൻ ദ ഫോം ഓഫ് വേജസ് ആൻഡ് സാലറീസ്. ഇറ്റ് ഈസ് ഫിക്സഡ് ആൻഡ് നോൺ ഇൻസെൻറ്റീവ് പേയ്മെൻറ്റ്. അത് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. ഓൺ ദ ബേസിസ് ഓഫ് എന്തിൻ്റെ ബേസിലാണ്? ടൈം സ്പെൻഡ് ഓൺ ദ ജോബ്. Wages are the payment made to the employees as a compensation for the service rendered by him in the organization. ഒരു ഓർഗനൈസേഷനിൽ അയാൾ റെൻഡർ ചെയ്യുന്ന സർവീസിന് പകരമായിട്ടാണ് നമ്മൾ വേജസ് കൊടുക്കുക. സാലറിയോ? സാലറീസ് ആർ ദ റെമ്യൂണറേഷൻ ഫോർ ദി ക്വാളിറ്റി ഓഫ് സർവീസസ് റെൻഡഡ് ബൈ എ പേഴ്സൺ ഹൂസ് ഔട്ട്പുട്ട് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷേർഡ്. അവരുടെ ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ അവർ ഓർഗനൈസേഷന് വേണ്ടി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോമ്പൻസേഷൻ പെയ്ഡ് ടു ദി ഓഫീസ് എംപ്ലോയീസ്, ഫോർമാൻ, മാനേജേഴ്സ് ആൻഡ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ്, ഇവർക്കൊക്കെയാണ് നമ്മൾ സാലറി കൊടുക്കുക. ഇപ്പോൾ പറയണമെങ്കിൽ മാനേജേഴ്സ് അവർ വർക്ക് ഡൺ ത്രൂ അതേഴ്സ്, ബാക്കിയുള്ളവരെ കൊണ്ടാണ് വർക്ക് ചെയ്യിക്കണേ, അവർ ചെയ്യണില്ല, അപ്പം നമുക്ക് അവരുടെ ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സാലറി കൊടുക്കുന്നത്. വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് അവരെത്ര ചെയ്തെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസിൽ നമുക്ക് വേജസ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പ്രൈമറി കോമ്പൻസേഷനാണ് ഇപ്പോൾ പഠിച്ചത്. പ്രൈമറി കോമ്പൻസേഷനിൽ വരുന്നത് സാലറിയും വേജസാണ്. ഇനി എന്താണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷനിൽ വരുന്നത്? Many organizations are supplementary compensation in addition to base compensation. മിക്ക ഓർഗനൈസേഷനും ഈ പ്രൈമറി കോമ്പൻസേഷൻ, അതായത് സാലറി വേജസിന് പുറമേ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഫോർ റീറ്റെയിനിങ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷനിൽ നിലനിർത്താനായിട്ട്. ഇറ്റ് ഇൻവോൾവ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിയർനെസ് അലവൻസ്, ബോണസ്, ഫ്രഞ്ച് ബെനിഫിറ്റ് എക്സെട്ര ഓഫേർഡ് ത്രൂ സെവറൽ എംപ്ലോയി സർവീസസ് ആൻഡ് ബെനിഫിറ്റ്സ് സച്ച് ആസ് ഹൗസിംഗ്, സബ്സ്റ്റാൻഡേർഡ് ഫുഡ്, മെഡിക്കൽ ബെനിഫിറ്റ്, അതൊക്കെ ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, എംപ്ലോയീസിന് ഹൗസിംഗ് ലോൺ കൊടുക്കുക, അതായത് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ഫുഡ്, അവർക്ക് വില കുറച്ച് ഫുഡ് കൊടുക്കുക, അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റുകൾ കൊടുക്കുക, ഇതെല്ലാം നമ്മൾ സപ്ലിമെൻ്ററി ബെനിഫിറ്റിൽ വന്നതാണ്. മെയിനിൽ പ്രൈമറി കോമ്പൻസേഷനിൽ വന്നത് സാലറി വേജസ് ആണ്, സപ്ലിമെൻ്ററിയിൽ വന്നതാണ് ഡിയർനെസ് അലവൻസ്, ബോണസ്, അതൊക്കെ. ഇനി എന്താണ് ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ? Dearness allowance is a cost of living adjustment allowance paid to the government employees
പബ്ലിക് സെക്ടർ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്ന കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോണസ് എന്താണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അക്കൗണ്ടൻസിൽ പഠിക്കേണ്ട ബോണസ് എന്താണെന്ന്. ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ തരുന്ന സർവീസിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന മണി. ബോണസ് ഈസ് ദ സം ഓഫ് മണി ആഡഡ് ടു പേഴ്സൺസ് വേജ്. വേജസിൻ്റെ കൂടെ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട്, വേജസിൻ്റെ അഡീഷനായിട്ടാണ് ഈ ബോണസ് എമൗണ്ട് എംപ്ലോയീസിന് കൊടുക്കുക. ആസ് എ റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് സാലറിയുടെ ഒപ്പം തന്നെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ബോണസ് എന്ന് പറയുന്നത്. അഡീഷനായിട്ട് സാലറി വേജസിന് അഡീഷനായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ബോണസ്. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. ദർ ആർ മെയിൻ 3 ഒബ്ജക്റ്റീവ് ഫോർ കോമ്പൻസേഷൻ പ്ലാൻ. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ദ ബെസ്റ്റ് പോസിബിൾ വർക്ക് ഫോഴ്സ് കൺസിഡറിങ് ദ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ചുള്ള സാലറി അല്ലെങ്കിൽ വേജസും കൊടുത്തില്ലെങ്കിൽ അവർ ആ ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ഓർഗനൈസേഷനിലേക്ക് മാറും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ട് സാലറി കൊടുക്കേണ്ടത്, വേജസ് കൊടുക്കേണ്ടത്, അതുപോലെ ഡിയർനെസ് അലവൻസ്, ഫ്രഞ്ച് ബെനിഫിറ്റ്, ബോണസ് ഇതൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ എംപ്ലോയീസ് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, അവർ മാറില്ല വേറെ കമ്പനിയിലേക്ക്. അപ്പം നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും, അവരെ അട്രാക്റ്റ് ചെയ്യാനും. അതുപോലെ തന്നെ പുറത്ത് എംപ്ലോയീസ് ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള വേജസും സാലറിയും നമ്മൾ കൊടുക്കണം. അതാണ് പറയുന്നത് ടു അട്രാക്റ്റ്, അവരെ അട്രാക്റ്റ് ചെയ്യിക്കാനും റീറ്റെയിൻ ചെയ്യിക്കാനും ദ ബെസ്റ്റ് പോസിബിൾ വർക്ക് ഫോഴ്സ് കൺസിഡറിങ് ദ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ അട്രാക്റ്റ് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് കൊണ്ട് പോസിബിളാണ്. സെക്കൻഡ് പോയിൻറ്റ്, ടു മോട്ടിവേറ്റ് ദിസ് വർക്ക് ഫോഴ്സ് ടു അച്ചീവ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. ഇപ്പം നമുക്കറിയാം വേജസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അതിൻ്റെ ബേസിലാണ് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ എംപ്ലോയീസിന് എന്താ ഒരു തരം മോട്ടിവേഷനാണിത്, ഹൈ ലെവലോ അവർ പെർഫോമൻസ് അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ സാലറി ഒക്കെ നല്ല സാലറി കൊടുക്കണമെങ്കിൽ ആ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് ടു മോട്ടിവേറ്റ് ദ വർക്ക് ഫോഴ്സ് ടു അച്ചീവ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. തേർഡ് പോയിൻറ്റ്, ടു കീപ്പ് ലേബർ കോസ്റ്റ് വിത്തിൻ ദ കപ്പാസിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ലേബർ കോസ്റ്റുകൾ എംപ്ലോയീസിന് കൊടുക്കുന്നത് ആ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ലേബർ കോസ്റ്റുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ദ ബെസ്റ്റ് പോസിബിൾ വർക്ക് ഫോഴ്സ് കൺസിഡറിങ് ദ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് നോക്കിയിട്ട് ആ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനും അട്രാക്റ്റ് ചെയ്യാനും നമ്മൾ കൂടുതൽ കോമ്പൻസേഷൻ പാക്കേജ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ടു മോട്ടിവേറ്റ് ദിസ് വർക്ക് ഫോഴ്സ് ടു അച്ചീവ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനും ഈ കോമ്പൻസേഷൻ പാക്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു കീപ്പ് ലേബർ കോസ്റ്റ് വിത്തിൻ ദ കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റി നോക്കിയിട്ട് ലേബർ കോസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ദർ ആർ 2 ലെവൽസ് ഓഫ് പ്ലാനിങ്. 2 തരത്തിലുള്ള പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഫസ്റ്റ് വേജ് പ്ലാനിങ്ങും സെക്കൻഡ് സാലറി പ്ലാനിങ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്? ഈ 2 പോയിൻറ്റ്സും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.